ഓക്കെ, ഞാൻ വസന്തൻ്റെ ആദ്യം ഞാൻ മറുപടി പറയട്ടെ. അതായത് സബ്ജുഡീസായ ഒരു വിഷയം പുറത്ത് രാഷ്ട്രീയ ആരോപണമായി രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാനാവില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം നിഷേധിക്കുന്നത്. നോക്കൂ, ഇവിടെ എത്രയോ പതിറ്റാണ്ടുകളായി അയോധ്യ വിഷയം സബ്ജുഡീസായി നിലനിൽക്കുകയും സബ്ജുഡീസായിരുന്നു. അത് 2019 അതിന് തീരുമാനമുണ്ടായത്. പക്ഷേ ഈ കണ്ട കാലം മുഴുവനും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിലൊന്നും അതായിരുന്നു. ഇവർ നടത്തിയ അഴിമതി, മൻമോഹൻ സിംഗ് സർക്കാരിന് നടത്തിയ ഏറ്റവും വലിയ അഴിമതിയായ 2G സ്പെക്ട്രം 2014 മുമ്പ്, ആ ഇലക്ഷന് മുമ്പ് അത് കോടതിയിലെത്തി. സബ് ജുഡീസ് തന്നെയായിരുന്നു. സബ് ജുഡീസായ വിഷയം തന്നെയാണ് രാഷ്ട്രീയ ആരോപണമായി, രാഷ്ട്രീയ വിഷയമായി വന്നത്. ബൊഫോസ് ആരോപണം, രാജീവ് ഗാന്ധിയെ കടമുഴക്കിയ ബൊഫോസ് അഴിമതി സബ് ജുഡീസായിരുന്നു. അത് ഇന്നും ഇലക്ഷൻ വിഷയമാണെന്ന്, ഇന്നും അത് തെരഞ്ഞെടുപ്പ് വിഷയമാണ്. അതുകൊണ്ട് കോടതിയിലാണ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു വിഷയം പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതോ ഇലക്ഷനിൽ പ്രചരണങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുമില്ല. അത് കോടതിയുടെ അപമാനിക്കലോ അല്ലെങ്കിൽ ആ രീതിയിലോ പരിധി വിടരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സർവ്വ വിഷയം ഇവർ റഫാലും കൊണ്ട് കോടതിയിൽ പോയില്ലേ, റഫാൽ വിഷയം കൊണ്ട് ഇന്നും അവർ റഫാൽ വിഷയം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ല ഇവർ കോടതിയിൽ പോയ അല്ല വസന്ത, ഞാൻ പറയട്ടെ. കോടതിയിൽ പോയാൽ പൊളിഞ്ഞു പാളി നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചല്ലോ. താങ്കൾ മാന്യനായ ഒരു സംവാദകനാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം പറയട്ടെ. താങ്കൾക്ക് അവസരമുണ്ടല്ലോ. അപ്പം അത് ഇവർ കോടതിയിൽ പോകാത്തത് കോടതിയിൽ പോയാൽ കോടതി വലിച്ചു വാരി ഉടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ